ഹായ്, ഞാൻ ചന്ദന, 8th ബാച്ച് ഓഫ് CCP. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഹാർട്ടിനെ പറ്റിയാണ്. ഹാർട്ട് എന്ന് പറയുന്നത് ഒരു ഓളോ മസ്കുലർ ഓർഗനാണ്. സിറ്റുവേറ്റഡ് ഓൺ ദി മിഡിൽ മീഡിയസ്റ്റേനം ഓഫ് ദി thorax. ഹാർട്ടിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ മെയിൽസിൽ 300 ഗ്രാമും ഫീമെയിൽസിൽ 250 ഗ്രാമുമാണ്. പിന്നെ ഹാർട്ടിന്റെ പാർട്സ് എന്ന് പറയുമ്പം സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ, അയോട്ട, പൾമണറി വെയിന്, പൾമണറി ആർട്ടറി, പിന്നെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിള്, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിള്. ഇതാണ് ഹാർട്ടിന്റെ പാർട്സ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ട്രൈക്കസ്പിഡ് വാൽവ് വഴി റൈറ്റ് വെൻട്രിക്കിളിൽ എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും അത് പൾമണറി ആർട്ടറിയിലൂടെ ലങ്സിലെത്തുകയും അവിടെ വെച്ച് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയതിനു ശേഷം പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബൈക്കസ്പിഡ് വാൽവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും സെമിലൂണർ വാൽവ് വഴി അയോട്ടയിലേക്ക് എത്തുന്നു. അയോട്ടയിൽ നിന്നും ഈ ബ്ലഡ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇതിനെയാണ് പൾമണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് സിസ്റ്റമിക് സർക്കുലേഷൻ ആണ് പറയുന്നത്. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുമ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നതിനെയാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.